എല്ലാവർക്കും നമസ്കാരം. മരണശേഷം നമ്മൾ കണ്ണു തുറക്കുന്നത് ഇവിടെയാണെന്ന് തംബ്നെയിൽ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ അത് കാരണമാകും. അതെന്തുകൊണ്ടെന്നാൽ മരണശേഷം കണ്ണില്ലാത്തൊരു സോളിന് പിന്നെ എങ്ങനെ കണ്ണു തുറക്കാനാകും എന്ന് ബോധമുള്ള ഏതൊരാളും ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അതായത് ഈ ലിംഗപുരാണ പ്രകാരം പറയാനുള്ളത്, ദയവായി നിങ്ങൾ തുടക്കത്തിൽ തന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ലിംഗപുരാണ പ്രകാരം പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിത് അംഗീകരിച്ചു തരേണ്ടി വരും. അതെന്തുകൊണ്ടെന്നാൽ മരിച്ചവന് ജനനവും ജനിച്ചവന് മരണവും തീർച്ചയായിട്ടുമുണ്ട്. ഇതെന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രസ്താവന പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് അവനവൻ തന്നെ സാക്ഷി. അതായത് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ മരിക്കാൻ കാരണം നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ജനനവും മരണവും ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു പരമാർത്ഥ സത്യമാണ്. അതായത് ജനനമുണ്ടെങ്കിൽ ഉറപ്പായും മരണമുണ്ടാകും, മരണമുണ്ടെങ്കിൽ ഉറപ്പായും ജനനവും ഉണ്ടാകും. ഇതേക്കുറിച്ചാണ് ലിംഗപുരാണം വളരെ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയം എന്നെ ശ്രവിക്കുന്ന താങ്കൾ നല്ല അറിവുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യം, മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ മരണശേഷമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ, അപ്പോൾ പിന്നെ താങ്കൾ പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കണമെന്നൊരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ 4 ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശ നമുക്ക് പിടികിട്ടിയാൽ ബാക്കി 3 ദിശകളും ആ ഒരു ദിശയിൽ നിന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഈ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജീവിതത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ഈ ലിംഗപുരാണം വിശദമാക്കുന്നത്. ഇത് ലിംഗപുരാണത്തിൽ യാതൊരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത രീതിയിൽ, അതായത് സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഓം നമ ശിവായ. ഏറ്റവും ആദ്യമായി നിങ്ങളിൽ ഈ ലിംഗപുരാണത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. ഈ ലിംഗപുരാണം എന്നാൽ 18 പ്രധാന പുരാണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ലിംഗപുരാണം. അപ്പോൾ ആ 18 പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായേക്കാം. അതുകൊണ്ട് അവയുടെ ആ പേരുകൾ മാത്രം ഒന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശ്രീ വേദവ്യാസനാണ് ഈ 18 പുരാണങ്ങൾ രചിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ശ്രീ വേദവ്യാസൻ്റെ നിഗമനങ്ങളെ പിൻപറ്റി മറ്റ് ആചാര്യശ്രേഷ്ഠന്മാരാണ്, അതും പല കാലയളവിലായിട്ട് രചിക്കപ്പെട്ടവയാണ് ഈ 18 പുരാണങ്ങൾ എന്ന് പറയുകയാണ് കൂടുതൽ ശരി. എന്തായാലും ഈ പറഞ്ഞ പോലെ ശ്രീ വേദവ്യാസൻ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിരിക്കുന്നതെന്ന് വേണം ഇതിൽ ആത്യന്തികമായി പറയുവാൻ. അതുകൊണ്ടാണ് ഈ പുരാണങ്ങളെ മഹാപുരാണങ്ങളെന്ന് വിളിച്ചു പോരുന്നത്. അവ യഥാക്രമം അതിലൊന്നാമത്തേത് ബ്രഹ്മപുരാണം, 2 പത്മപുരാണം, 3 വിഷ്ണുപുരാണം, 4 വായുപുരാണം, 5 ഭാഗവത പുരാണം, 6 നാരദപുരാണം, 7 മാർക്കാണ്ഡേയ പുരാണം, 8 അഗ്നിപുരാണം, 9 ഭവിഷ്യപുരാണം, 10 ബ്രഹ്മവൈവർത്ത പുരാണം, 11 ലിംഗപുരാണം, 12 വരാഹപുരാണം, 13 സ്കന്ദപുരാണം, 14 വാമനപുരാണം, 15 കൂർമ്മപുരാണം, 16 മത്സ്യപുരാണം, 17 ഗരുഡപുരാണം, 18 ബ്രഹ്മാണ്ഡപുരാണം. ഇങ്ങനെയാണ് ആ 18 പുരാണങ്ങളുടെ പേര്. ഇവ ഓരോ പുരാണവും വിവിധ ദേവന്മാരുടെയും ഈ സൃഷ്ടിയുടെയും ഇതിഹാസങ്ങളുടെയും ഈ കഥകളും തത്വങ്ങളുമെല്ലാം വിവരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ദേവന്മാരും ഇതിഹാസങ്ങളും കഥകളും ചേർത്ത് അത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ അതിനുള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ആ ഒരു പ്രായോഗിക ജ്ഞാനം അതൊരു മോട്ടിവേഷണൽ രൂപത്തിൽ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അതിങ്ങനെ ഇതിഹാസ രൂപത്തിലും കഥ രൂപത്തിലുമെല്ലാം ഈ ദേവന്മാരെയും അസുരന്മാരെയും നായകന്മാരാക്കിക്കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, ഒരു മാവിൽ കേവലം മാങ്ങാണ്ടി മാത്രം ഉണ്ടാകാറില്ല, പകരം ആ വിത്തിനോടൊപ്പം മാംസളമായിട്ടുള്ള ഫലഭാഗം കൂടി ഉണ്ടാകും.
എന്തുകൊണ്ടാണ് പ്രകൃതി ഈ പറഞ്ഞ രീതിയിൽ മാങ്ങയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ ആ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് ഭൂമിയിൽ സാധ്യമാവുകയുള്ളൂ. അതായത് ഈ പറഞ്ഞ ഫലഭാഗം മാങ്ങയ്ക്ക് ഇല്ലെങ്കിൽ ആ മാങ്ങാണ്ടിയെ മാത്രം ആരും ഗവനിക്കില്ല. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 18 പുരാണങ്ങളിലെ അറിവ് അതിൽ ആ രൂപത്തിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദേവന്മാരെയും അസുരന്മാരെയും കഥാപാത്രങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവയെ ഇതിഹാസങ്ങളും കഥകളുമാക്കി രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു രൂപത്തിൽ നമുക്ക് അവയെ കിട്ടുമ്പോൾ, അതായത് ആ മാങ്ങയെപ്പോലെ കിട്ടുമ്പോൾ, ആ കഥകളിലും ഇതിഹാസങ്ങളിലുമുള്ള ആ ഒരു രസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൊണ്ട് നമ്മളത് അനുകരിക്കാനും ജീവിതത്തിൽ പകർത്താനും നിർബന്ധിതരാകുന്നു. എന്ന് വെച്ചാൽ മാങ്ങ തിന്നിട്ട് മാങ്ങാണ്ടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കും. നമുക്ക് വേണ്ടത് അതിൻ്റെ ഫലഭാഗമാണ്. അപ്പോൾ ഇതാണ് ഈ പുരാണങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ ലിംഗപുരാണത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് പരമശിവനെക്കുറിച്ചും അതിനോടൊപ്പം ഈ ശിവലിംഗം എന്നാൽ എന്ത്, അതിൻ്റെ ഉത്ഭവം, പ്രാധാന്യം, അതിനോടൊപ്പം ആരാധന രീതികൾ തുടങ്ങിയവയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ. ഈ ലിംഗപുരാണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് പൂർവഭാഗം, മറ്റൊന്ന് ഉത്തരഭാഗം. മാത്രമല്ല ഈ പുരാണത്തിൽ ഏകദേശം 11,000-ഓളം ശ്ലോകങ്ങൾ കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിംഗപുരാണത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഈ പരമശിവൻ്റെ 1000 പേരുകൾ ഉൾക്കൊള്ളുന്ന ശിവസഹസ്രനാമം. ഇത്രയുമാണ് ലിംഗപുരാണത്തെക്കുറിച്ച് നിങ്ങൾക്കിതിൽ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിനുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് കടന്നു പോകാം. അല്ലാതെ ഈ ലിംഗപുരാണം ഒന്നൊന്നായി ഇവിടെ എടുത്ത് പരിശോധിച്ചാൽ 1 വർഷം ഇവിടെ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത അത്ര അർത്ഥവ്യാഖ്യാനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, മരണശേഷം നമ്മൾ കണ്ണു തുറക്കുന്നത് എവിടെയാണ്? യാതൊരു സംശയവും വേണ്ട, മരണശേഷം നമ്മൾ കണ്ണു തുറക്കുന്നത് ഇവിടെ ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്നാൽ ഈ സ്വർഗവും നരകവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അവിടെ ആകാൻ പാടില്ല എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വാസ്തവം പറഞ്ഞാൽ ഈ സ്വർഗവും നരകവും എന്ന് കഥകളിലും മറ്റും അനേകം ആളുകൾ പറഞ്ഞിരിക്കുന്നത് അത് വെറും അവരുടെ സങ്കല്പം മാത്രമാണ്. അങ്ങനെ വേണം ഇനി മുതൽ അതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഒരു വ്യക്തി മരിച്ച ശേഷം വീണ്ടും ഇവിടെ ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു ശരീരത്തിൽ ജന്മമെടുക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ താങ്കൾ ഇരുന്ന് എന്നെ ശ്രവിക്കുന്നത്. അങ്ങനെ ഒരു പ്രക്രിയ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ താങ്കൾക്ക് ഞാൻ പറയുന്നത് ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. മാത്രവുമല്ല, ഇതിങ്ങനെ ചാക്രികമായി നടക്കാൻ കാരണം ഒരു വ്യക്തിയുടെ മരണശേഷം ആത്മാവ് അവൻ്റെ മുൻകർമ്മങ്ങളുടെ ആ ഒരു എല്ലാവിധ സവിശേഷതകളോടും കൂടി അത് പുനർജനിക്കുന്നു. ഈ പറഞ്ഞ സവിശേഷതകൾ അടങ്ങിയ ഡാറ്റയാണ് അല്ലെങ്കിൽ ഡാറ്റയെയാണ് നമ്മളിലെ ബോധം എന്ന് പറയുന്നത്. ഈ ബോധത്തിനുള്ളിലാണ് ഞാൻ എന്ന ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമീണ ഭാഷയിൽ ചിലപ്പോഴൊക്കെ പറയാറുള്ളത്, അവനൊരു ബോധമില്ലാത്തവനാണ്, അല്ലെങ്കിൽ ബോധം കെട്ട് ഉറങ്ങുകയാണ്, കിടക്കുകയാണെന്നെല്ലാം നമ്മൾ പൊതുവായിട്ട് പറയാറുള്ളത്. ഇത് ഈ പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ എടുത്ത് പ്രയോഗിക്കാറുള്ള ചില വാക്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചക്രസഞ്ചാരം, അതായത് ഈ ജനന മരണ ചക്രം, ഇത് എപ്പോൾ അവസാനിക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, താൻ ആരാണെന്ന് തൻ്റെ ബോധത്തിന് വ്യക്തമായി ബോധ്യമാകുന്നത് എപ്പോഴാണോ അപ്പോൾ ശിവനിൽ ലയിക്കുമെന്ന് സാരം. ഇത് ആദിശങ്കരൻ രചിച്ച ഭജഗോവിന്ദം എന്ന ആ സ്തോത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറയാം. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹിമുരാരേ. ഇത്രയും കേട്ടതിൽ നിന്നും ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അതായത് മരണത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും ഇവിടെ തന്നെ വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. പറയാൻ കാരണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഉള്ളിലെ ബോധം എന്ന ഒരു ഫ്ലോപ്പി ഡിസ്കിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് അഥവാ രജിസ്റ്റർ ചെയ്യുന്നത്.
അത് പ്രകാരമാണ് അടുത്ത ജന്മത്തിലെ നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. ഇത് ഈ പറഞ്ഞത് അടുത്ത ജന്മത്തിൽ മാത്രമല്ല, ഈ ജന്മത്തിലെയും സ്വഭാവം എന്നത് നിങ്ങൾ ഇപ്പോഴുള്ള ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഈ സമയം മുതൽ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെ ശോഭനമായ ഭാവിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലിംഗപുരാണവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ഇനിയും ഈ ലിംഗപുരാണത്തെക്കുറിച്ച് നിരവധി എപ്പിസോഡുകൾ പുറകെ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് വളരെ വലിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഇതിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.